wherever you're sitting, that you're able to connect with the Lord. Let the Holy Spirit bring us and bind us, and let us give glory and honor to our Lord this evening. So with that, I'm going to just ask Pastor Evan to just lead us into worship. Praise the Lord. Hallelujah. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല സാഹചര്യങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തുതിക്കാം, ദൈവത്തിന് മഹത്വപ്പെടുത്താം. ഫീൽ ഫ്രീ ടു വർഷിപ്പ് അവർ ഗോഡ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. റിലാക്സ് ആൻഡ് വർഷിപ്പ് അവർ ഗോഡ്. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനാണ് നരളി ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വർഷത്തിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. വളരെ സന്തോഷിക്കുന്നു. തോമസ് ഡിക്കലിലെ പാസ്റ്ററിനോട് ഒരുമിച്ച് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഓർക്കുന്നോന്ന് എനിക്കറിയത്തില്ല. എഡ്മണ്ടണിൽ വെച്ച് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവിടെ ആയിരിക്കും ഇവിടെ ന്യൂയോർക്കിലെ ചേർച്ചിനായി, ജോൺസൺ പാസ്റ്റർക്കായി, കുടുംബത്തിനായി ദൈവത്തിന് സ്തോത്രിക്കുക. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കുടുംബമായ ദൈവത്തിന് നന്ദി പറയുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് അല്പസമയം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവിന് പറയാം, കർത്താവേ അങ്ങേ മാത്രം ഞങ്ങൾ സ്തുതിക്കുന്നു, ദിനവും അങ്ങേ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു പിതാവേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോറസാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു കൂരിരുൾ എന്നെ മറപിടിച്ചു, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു കൂരിരുൾ എന്നെ മറപിടിച്ചു, താതൻ തിരുക്കരം തേടിയെത്തി തൻ്റെ മാർവോടു ചേർത്തണച്ചു, താതൻ തിരുക്കരം തേടിയെത്തി തൻ്റെ മാർവോടു ചേർത്തണച്ചു, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ, പരിശുദ്ധാത്മാവൻ പരിശുദ്ധാത്മാവാൻ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനേ
പരിശുദ്ധാത്മാവാ നിറയ്ക്കാൻ അനുദിനവുമെന്നെ പരനേ തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുവാൻ തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുദിനവും നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദയയ്ക്കായി നമുക്ക് അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇന്നെൻ്റെ ഒരു സ്നേഹിതൻ എനിക്കൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്തു. ഞാനത് വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഷോക്കായി. കാര്യം പെട്ടെന്ന് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് വായിച്ചപ്പോൾ ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. ഞങ്ങൾ നവംബർ മാസം വരെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ മാസമാണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തോട്ട് മൂവ് ചെയ്തത്. ആ അപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം ആയിരിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞറിയിക്കുന്നതിലധികം ഭയാനകമായ സിറ്റുവേഷനിലൂടെ പോവുകയാണ്. കാര്യം അവിടെ ആയിരുന്ന ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫ്സ് മറ്റ് 50ഓളം പേര് കോവിഡിനാൽ ഭാരപ്പെടുകയാണ്. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഞാൻ ഓർക്കുമായിരുന്നു, ദൈവമേ ഞങ്ങൾ എന്ത് ചെയ്തേനെ, 3 പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ആയിരുന്നെങ്കിൽ എങ്ങനെ സിറ്റുവേഷൻ ആയിത്തീർന്നത്. വളരെ വേഴ്സായി. ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഹോസ്പിറ്റൽസ് ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവിനെ ഒരുമിച്ച് നമുക്ക് സ്തുതിക്കുവാൻ ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം ബലം തന്നു. നമ്മൾ ചിലപ്പോൾ അവിടെ ആയിരുന്നെങ്കിൽ ചിലപ്പം ഈ രോഗത്തിലായിരിക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവയുടെ എല്ലാം നടുവിൽ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. അപ്പോൾ നമ്മളെ മറവിടമായി നമുക്ക് ആരുണ്ട്? നമുക്ക് യേശുവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വന്നോട്ടെ, പ്രയാസങ്ങൾ വന്നോട്ടെ, രോഗങ്ങൾ വന്നോട്ടെ, പക്ഷേ അവയുടെ നടുവിൽ നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ശക്തമായി ആരാധിക്കുവാനുള്ള സമയമാണ്. നമുക്ക് ചില നിമിഷങ്ങളെ നമ്മുടെ സന്നിധിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കുള്ളെങ്കിലും ആ സമയത്ത് നമ്മൾ മറ്റെല്ലാ അന്യതാ ചിന്തകൾ വെടിഞ്ഞിട്ട് നമുക്കൊന്ന് ദൈവത്തെ ആരാധിക്കാമോ? കൈകളെ തട്ടി നമ്മൾ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ആ ദൈവസ്തുതികളിൽ മേൽ അധിവസിക്കുന്ന ദൈവമാണ്. ആ മറവിടമായ ആ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു.
നടത്തിയിടുന്നു. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വളഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വളഞ്ഞു ഞാൻ അലയാനിടാ. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. ഓ ഇതാ വേഗം ഞാൻ വാനവിരവിൽ, ഇനിയും വരുമെന്നരുളി ചെയ്ത. ഇതാ വേഗം ഞാൻ വാനവിരവിൽ, ഇനിയും വരുമെന്നരുളി ചെയ്ത. ഈ നല്ല നാഥനെ കാണുവാനായി ഇരവും പകലും എണ്ണി വസിച്ചിടുന്നു. ഈ നല്ല നാഥനെ കാണുവാനായി ഇരവും പകലും എണ്ണി വസിച്ചിടുന്നു. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. പലവിധമാ എതിരുകളൻ പാതയിൽ അടിക്കടി ഉയർന്നിടുമ്പോ, പലവിധമാ എതിരുകളൻ പാതയിൽ അടിക്കടി ഉയർന്നിടുമ്പോ, പാലിക്കും പരിചോടെ പരമരനെ പതറാതെ നിൽക്കുവാൻ ബലം തരുന്നു. പാലിക്കും പരിചോടെ പരമരനെ പതറാതെ നിൽക്കുവാൻ ബലം തരുന്നു. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകത്തോടെ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ആത്മശക്തിയാൽ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ഓ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ഓ ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ അങ്ങേ സ്തുതി ചാർത്തിടുമ്പോ, തുറന്നിടുക നൽ നീരുറവാ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ശക്തവാൻ ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ അങ്ങേ സ്തുതി ചാർത്തിടുമ്പോ, തുറന്നിടുക നൽ നീരുറവാ,
ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ കോട്ടക തകർത്തിടുവാൻ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ കോട്ടക തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. 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 അന്ധകാര ശക്തികളെ ദൈവത്തിന്റെ കൃപയാൽ ജയിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവ സാന്നിധ്യത്തിൽ അവരെ സ്തുതിക്കാം. We worship you, Lord. We thank you, Jesus. Hallelujah, hallelujah, hallelujah. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങൾ സന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പാ. Oh, we worship you, Lord. പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ കഴിയുമോ? നമുക്ക് വേണ്ടി ദിനവും രാത്രിയിലും പക്ഷപാതം ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തിൽ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മൗനമായിരിക്കാതെ, കർത്താവെ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പാ, ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഈ കുറച്ച് പാടുമ്പോൾ, കർത്താവെ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. We worship you, Lord. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ
ഭാരം തൂങ്ങുന്നില്ല. യഹോവായൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. യഹോവായൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. ശത്രുഭയം നീക്കിയെന്നെ മാത്രത്തോറും കാത്തിടുന്നു. ശത്രുഭയം നീക്കിയെന്നെ മാത്രത്തോറും കാത്തിടുന്നു. നീതിയിൻ പാതകളിൽ നിത്യവും നടത്തിയിടുന്നു. നീതിയിൻ പാതകളിൽ നിത്യവും നടത്തിയിടുന്നു. ഉയർത്തിടും ഞാൻ എൻ്റെ കണ്കൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്കൾ തുണയാരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവായിൽ. എൻ സഹായം വാനം ഭൂമി വാഴും യഹോവായിൽ. Holy are you, Lord. 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 Blessed be the name of the Lord. Blessed is he who is worthy of praise. Every tongue shall confess, holy are you, Lord. Blessed be the name of the Lord. Blessed is he who is worthy of praise. Every tongue shall confess, holy are you, Lord. 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 ദൈവം പരിശുദ്ധൻ, 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 ദൈവം
സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഓ പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. വായ്കളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. മൗനമായിരിക്കാതെ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യം, ആ പ്രിവിലേജ് ഞങ്ങൾക്ക് തന്നതിനായി നന്ദി അപ്പ. കർത്താവേ, ഒരു യോഗ്യതയും ഒരു പുകഴ്ചയും പറവാൻ ഞങ്ങളുടെ ജീവിതത്തിലില്ല. എല്ലാം അങ്ങയുടെ ദാനമാണ്. എല്ലാം അങ്ങയുടെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഞങ്ങൾ നിലനിൽക്കുന്നത്. അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ. അവിടുന്ന് സകല പുകഴ്ചയ്ക്കും ബഹുമാനത്തിന് യോഗ്യനായ ദൈവമാകൽ അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. കർത്താവേ, ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ എല്ലാവിധമായ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ഓരോരുത്തരെയും നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിൽ കർത്താവ് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ സംസാരിക്കുന്ന ദേവദാസനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങൾക്ക് ഇങ്ങനെ തന്ന നല്ലൊരു ശുശ്രൂഷയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ചു അടിയങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ മാനവത്തോടത്തേക്ക് യേശുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ തോന്നി കേൾക്കുമാറാകണമേ. Amen. Amen. May God bless you all. Thank you so much. Thank you. Hallelujah. Shall we just lift up our hands and give God a praise for that wonderful time of worship that we just had? And once again, I really want to thank the worship team, especially Pastor Evan, as well as Benison Baby, for helping us with leading of the songs to usher God's presence today. In the നമ്മളെ ആരാധനയിൽ പാടി സഹായിക്കുവാൻ കാനഡയിൽ വന്ന Pastor Ebinum teaminumate ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുകയാണ്. God bless you. We really enjoy the anointing and praise God for the anointing and the talent and the gifting that God has given you. So use it more for God's glory in the coming days. So thank you very much. And I want to just welcome everybody once again. എല്ലാവരെയും ഞാൻ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. ഭയങ്കരമായ ഒരു വർഷത്തിന്റെ അവസാനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ദൈവം അത്ഭുതകരമായി നമ്മളെ സഭയായിട്ട്, കുടുംബമായിട്ട്, വ്യക്തിപരമായിട്ട് നമ്മളെ കാത്തു പരിപാലിച്ചു. I'm so grateful for God's love and mercy towards us. So today is the second night, and once again we have a man of God who is going to deliver the word of God to us. നമുക്ക് ഇന്ന് രാത്രിയിൽ ആവശ്യമായ ദൂത് തരുവാനായിട്ട് കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യ ദൈവം അയച്ചിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. I just want to take a minute to just introduce the man of God who's going to minister. This the man of God that will be ministering to us. Most of you maybe have already heard of him. It's Reverend Dr. Thomas Idikula. He's from Boston. He is the president of Agape Partners International. He serves as the pastor of Boston Christian Assembly as well. He also is the director of Mental Health and Evaluation Department at McLean Hospital. And he's also an instructor in psychiatry at Harvard Medical School. So God has been using him in faceted level to be a blessing. And he is also has authored a couple of books, and he is also the general editor of the Sunday School Network International. Many churches are using that. So he's a well-known speaker and a preacher. He knows the challenges that people growing up in this country, especially the Indian community that grows up in this country, he has a sense of what they're going through. So God has been using him in many ways. So tonight,
we are happy that Pastor is with us. So, Pastor, you have 1 hour to deliver the word to us. And as a congregation, I just once again remind you, let's open our hearts and focus on the word of God that's going to be spoken tonight. And let us uphold the servant of God in our prayer as he ministers. And one note, I may be leaving a little early today towards the end because I do have to attend another meeting. But so I ask that the church pray for me also. So right now, Pastor, we give you the time to minister to us. Thank you, Pastor Robert, for the kind words. And also, I'd like to recognize my all-time friend, John Johnson. And I could recognize my one of the oldest neighbor, Josh Daniel. And though we've been in the US for 3 decades or so, very rarely we meet and see, but we had very great, wonderful, great relationship back in Punalur. And I just saw him today. And also good to see Abin and Benison for their for leading the worship this evening. And the expectations have been put so much with all my credentials have been put forth, but we are children of God. We are connected by his blood. And this evening, don't expect anything from me. If God speaks something to me and you tuned up to the Spirit of God, you may get something. Thus, it's not always what we want. Think in terms of God, what God wants in our generation. I always tuned up to what God wants, though in the past 2 decades or so, several seminars and things are like information, there is no shortage. What is lacking in this generation is the transformation that is needed. Thus, I believe that with the help of the Holy Spirit and your close attention and prayer, we will get out from this place with a renewed mind and a desire to be transformed in the presence of God. And 2 weeks back, I've been myself sitting in the presence of God for few situations. As you know, for the past 10 months, the situations were not that great. There's several counseling situations, especially marriage, parenting, mental health, that was every week at least 5 to 6 new cases. Thus, it's becoming a very challenging personally. And when we offer help and when people are transformed and they are restored, there is a lot of excitement. Then imagine that things are not changing. Things are somewhat the same, especially pastors and parents and others who are in the responsible position can relate with what I am sharing this. And the questions will come, where is your God? This is not what you preached. This is not what you offered. And there is a lot of questions. And this is not something which is pleasant or anyone can take it. And more recently, one mom called me and said, imagine it is your daughter that is going through all the situation. How you take it? Can you sleep? And that bothered me. And usually I take fasting not more than 3 days. But God enabled me to take a little more days a few weeks back. And the biggest distraction, as you know, when you take fasting is the cell phone. Thus, and also sitting in front of a table itself, computer itself is very difficult. There's a lot of distraction. Thus, the old fashion of sitting on the floor on a mat, disconnected from every gadget, then that is the only way we can focus on God and receive something from God. And I would like to share something that connected to what I received from God during that time. I'm sure that will be a word of encouragement to all of you. And in 1944, President Franklin Roosevelt had a historical speech about the 4 freedoms. And it happened during the Second World War, during the peak of the Second World War. And the first one is, it is the shortest speech I have heard, but it was very powerful and influential. And the first is the freedom of speech. And he believed that people everywhere
in the world should have the freedom of speech. ഒന്നാമത്തത്, മനുഷ്യർക്ക് വാർത്താവിനിമയം അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ആ ഫ്രീഡം, ആ സ്വാതന്ത്ര്യം. രണ്ടാമത് പറഞ്ഞത് ഫ്രീഡം ഓഫ് വർഷിപ്പ്. മനുഷ്യർ ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും ഏത് സ്ഥലത്തായിരിക്കുന്നവരായിരിക്കലും അവരുടെ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് വേണം. No matter what, where they are and how they worship. And the third one that he put is freedom from want or freedom from poverty. മനുഷ്യരെ ദാരിദ്ര്യത്തിൽ നിന്ന് അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് അതാത് ഗവൺമെന്റ് നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിരിക്കണം. നാലാമത് അദ്ദേഹം പറഞ്ഞത് freedom from fear and persecution. You have to imagine that the world war is going on at the same time. Nations are being very hopeless, and that time there is no radio. This has happened in 1944. This is the only way to communicate is through radio, and even very few people had radio. This was an important message. Then I was looking compared to what we are going through, when though we are not going through a world war at this point, but this is something which is globally affected, what we are seeing and hearing every day. Which is we are not affected from the first three. Most of us are enjoying the freedom of speech, freedom of worship, and freedom from wants, being in the United States. But one thing which most of us are going through at this point, if as a counselor, if I ask you, you will say you have some form of fear. That is where the Bible is very clear. You can see from the Bible, Genesis to Revelation, our God is a God always, whenever he approached his people, he saluted his people by saying, don't be afraid. Anytime angels appear to his people with a good news, even when people are distressed or scared, the first and the foremost thing that God as well as his angels proclaimed is, don't be afraid. Thus this evening, anyone who is going through some form of rational or irrational fear, let me tell you that God has not given us a spirit of fear. Our God has given a spirit of power, spirit of love, and spirit of self-discipline or sound mind. Can you repeat with me this evening? The fear that we carry this evening, it is not from God, but God has given a spirit of power, spirit of love, and spirit of sound mind. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ്. ഈ സൈക്കാട്രി ഫീൽഡിൽ ഞാനായിട്ട് ഏതാണ്ട് 25 years ആയി. I've been looking at millions of records all these years of why people come to a psychiatric hospital. That is the first thing that we look at. We look at the case history and the complaints and come with a diagnosis. And consistently you can see a form of fear, a form of ഒരു ഭീരുത്വം, ഒരു ഭയം. And then in the clinical language, we use anxiety, depression, and all kinds of labels for that. But the root cause of most of these psychiatric problems or mental health disorders, when you look at it, it is an irrational fear. Thus, Paul is admonishing here that God has not given us this fear. This is not from God. Thus, we need to rule out this fear that we are carrying. This is not something that we are supposed to carry. But somehow we are believing a lie and we become part of this vulnerability. But instead of this fear, God has given us power, love, as well as the sound mind. ശരിക്കും മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിനെ കൗണ്ടറാക്ട് ചെയ്യുന്ന സൈക്കോതെറപ്പി കൂടെ ചെയ്യുന്നത് ഇത് മൂന്നുമാണ്. കാര്യം ഒരു മനുഷ്യൻ പവർലെസ്നെസ് അല്ലെങ്കിൽ വീക്ക്നെസ്, അതാണ് അതിന്റെ പ്രൈമറി സിംറ്റം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് hatred. He start hating other people. And the third one is an out of control mind. Lack of sleep, not able to sleep, not eating the food, fighting with other people, feel very vulnerable. Thus, the Holy Spirit is counteracting these three aspects of fear by giving the power of Holy Spirit. And second, the love of God. And finally,
the sound mind. Only God can give us. And people can support, encourage, empower, but only God can transform a person. That's why gospel is the power of God to transform a person. If you look at Greek education as a whole, it's mostly the transformation of the mind. But what Jesus, or the brain, basically, but what Jesus did is not only transformation of the mind, body, but total aspect of the person. Thus, this evening, we are in a better place. The one who is in us is greater than the one who is in the world. Thus, we need to believe that my God is able, more than what we ask, for every need, for every problem that we are going through. And the four gospels, when you look at it, Jesus responded to the calamities, human suffering, fear, sickness, death, unbelief, betrayal, religious elites, even hypocrisy, racism, and all kinds of issues and problems, both spiritual as well as social. Jesus responded precisely. Over 2,000 years ago, Jesus said in Matthew chapter 6, verse 25, do not worry about your life. Speaking the word of certainty in a world of uncertainty. The language that most people use is a new normal now. That is an uncertainty. But God has given a clear word of instruction for us. That is in Malayalam it says, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്താണ് ബാക്കി പിന്നെ പറയുന്നത്? നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്നും നിങ്ങൾ വിചാരപ്പെടരുത്. അന്നേരം ഈ വറിയെക്കുറിച്ച് പറയുന്നത് നമ്മൾ വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. Every time it becomes like a difficult to stop and control it. When I look around some of this data that is happening, some of the most challenging and rewarding experiences of Christian life is growing in Christian faith itself is very rewarding, but at the same time it is challenging. I hope you can agree with me. And the second thing is leading a family life is very rewarding one side, at the same time it is challenging. If, for example, more recently, I've been asking to one of the CEO of a company corporation more recently, he said he can run that corporation with 70,000 people, but running a family, dealing with a teenager, dealing with his wife is the most difficult thing. I hope you can all relate with what I'm sharing. There's sometimes running a church, maybe you see, but family life is very demanding and challenging. And the third one is enjoying the church fellowship. Most people, when I look at going to the church, listen to the messages, or participate in the worship, or in some Bible study groups, now Zoom meetings, all this becomes like a standard normal thing. You don't need any extra effort for that. That is part of life. And the next level, when you look at fulfilling the Great Commission, very few people are involved in that. That is one of the most important commands that is given. That is preaching the gospel, making disciples, helping others to obey what Jesus commanded. Well, we talk a lot about it, but very few people are involved in it. Then the blessed eternal hope. I consider our life is a preparation for eternity. You agree with me? Our short period of time in this world, whatever that time frame, is just a preparation for eternity. That changes all the landscape, our priority. That's why Jesus said, seek ye first the kingdom of God, and all the things shall be added unto you. Therefore, you must have the eternity in your heart so that you can be focused. We can prioritize. We don't need to rush for things. For example, to come for this meeting at 7 o'clock, you have to prioritize quite a lot. Otherwise, you won't be able to reach on time. Even though we are on Zoom, we need to get dressed up and you need to take the shower and everything. Thus, we need preparation for that. And we struggle sometimes, especially people who are in the responsible position, they rush quite a lot. But what I'm trying to say is, it's very important that when we know the end of our life, the eternity, we will not be distracted with some of the things that are going on around us, because we know where we are going. We don't need to be worried about a lot of things we normally worry, because
when you compare with eternity, some of these worries and the distractions that is happened, it is insignificant. It is not relevant event. We don't need to worry about it. Well, imagine when you look at eternity, how many of you are preparing for the 1,000 years of reign in this world? This world, we are talking about 100 years. We spent our 25 years of education, then taking care of the children, marriage, then all sorts of things. But very little effort for preparing for the 1,000 years. If you're really smart, even on a business side, make an investment for the 1,000 years. You have hierarchical position in that level. It's based on your not salvation alone, what you have done with your. I'm sure that Billy Graham and Ronald Bongi, all this, they will be in the high places. They were able to reach millions of people for the gospel, and God is going to honor those people. I want to encourage you. Don't be consumed with the worries of this world. Don't be confused with the selfish things. Be busy with the kingdom's life so that you can be very clear about your destination. I always think that Christian life circle around these 5 words: faith, family, fellowship, the Great Commission, and eternity. I will repeat that. The 5 words, always we have to remember: our faith, our family, fellowship, the Great Commission, and eternity. If you can put priority and distribute your time accordingly, life will be so meaningful. You will really enjoy it. ഈ തലമുറയിൽ നമുക്ക് വേണ്ടത് ദൈവവചനത്തിൽ നിന്നുള്ളൊരു ജ്ഞാനം വേണം. There is no escape from that. We need to have clear understanding from the unchanging, unadulterated word of God. ദൈവവചനത്തിൽ നിന്നുള്ള ജ്ഞാനം മാത്രം പോരാ, പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകം. അത് ശരിക്കും ഞാൻ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ജനറേഷന് മുണ്ടുണ്ടായിരുന്ന മാതാപിതാക്കൾക്കുണ്ടായിരുന്ന എന്തായിരുന്നു അറിയാമോ? ഒരു പെൻഡക്കോസ്റ്റൽ എംപവർമെന്റ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നത്, despite of all the difficulties and distraction or poverty and everything that going on, that empowerment that come from the Holy Spirit always mobilize them, moving forward. Nothing can distract them, because now we don't have that empowerment. We are always backsliding because we are not led by the Spirit of God. When you are led by the Spirit of God, something which is more than our mind body start working in our life, which is very resistant to every temptation. But at the same time, it's a no to ungodly things and yes to Jesus all the time. That is the direction we need to follow. അതിൻ്റെ കൂടെ ആത്മാവിൻ്റെ ഒരു ഫലം കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? You follow what I'm saying? A clear knowledge of the word of God. At the same time, your heart is controlled by the power of the Holy Spirit and the empowerment of the Holy Spirit. At the same time, others can see the fruit of the Holy Spirit in your personal life. Can you imagine a person with a big head, a big heart, and a big hands? That is what നിങ്ങളുടെ തലയിൽ വേണ്ടത് എന്താണ്? ദൈവജ്ഞാനം. ഹൃദയത്തിൽ എന്താണ് വേണ്ടത്? പരിശുദ്ധാത്മാ ശക്തി. നമ്മുടെ കൈകളിൽ പുറത്ത് കാണേണ്ടത് എന്താണ്? ആത്മാവിൻ്റെ ഫലങ്ങൾ. ഇത് 3 ഉണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ക്രിസ്ത്യൻ ലൈഫാണ് ഞാൻ വിചാരിക്കുന്നത്. You agree with me? A good knowledge of sound mind with a good understanding of the word of God, your heart always filled with the Holy Spirit, and you are proclaiming as well as others can see fruit of the Holy Spirit in your life. എന്നാൽ പ്രായോഗിക തലത്തിൽ ഞാൻ കാണുന്ന എന്താണെന്ന് അറിയാമോ? ഒരു ബിഗ് ഹെഡ്, എ സ്മോൾ ഹാർട്ട്, നോ ഹാൻഡ്സ്. നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? എ പേഴ്സൺ വിത്ത് ബിഗ് ഹെഡ്, സ്മോൾ ഹാർട്ട്, നോ ഹാൻഡ്സ്. വരണ്ട കൈ. വലിയ തലയും ചെറിയ ഹൃദയവും വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കണ്ട് എങ്ങനെ ഇരിക്കും? അതുപോലെ ഇന്ന് പല ക്രിസ്ത്യാനികളുമായിരിക്കുന്നത്. ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. I want to, as you are stepping into the new year, my desire is, despite of all these challenges that is going around us, how we can empower us, how we can motivate one another spiritually, so that we can put aside some of this distraction that we see every day and set apart our goal that God put us before, and
prepare for our eternity more safely and clearly. A quick review of the current crisis when I look around. At the global level, what I'm seeing is every day COVID-19 pandemic. That's what people are talking. For the past 10 months, every human being, every organization, even church, we are all talking about COVID-19. And because of that, even in the United States, when I look at it, close to 1.8 million people, their lives have been affected. Not only that, close to around the world, it is 81 million people are affected. And the US death roll, when you look at it, it is 300,000 people died. Well, American Psychiatric Association was looking at what is the psychological impact of this COVID-19. They did their research and they published in the national, international journals. They found people are living in fear that they become seriously ill or their children become seriously ill. They may lose their jobs. Their children's education is affected. There's a lot of people are living in fear of death. That is very true because some of the family members are affected. At the national level, what we are seeing, especially in the past 3 months, is social and economic and political crisis. I hope you can relate with that. We never experienced this. Thus, in addition to the COVID-19 crisis, this nation is going through a political crisis in the areas of race and ethnic, as well as faith challenges. What is happening is a combination of a triangular kind of thing where one side is a pandemic, the other side there is a political crisis, and then there is a faith challenges where a significant number of people are leaving the church. And pastors are really worried. Even if the restrictions are taken out, a lot of young people or a lot of people may not go back to the church. There is a big concern in that area. There's too much dependency going on by the government and the restrictions. At the church level, more and more Christians are lukewarm Christians, meaning they love God, but with conditions. For example, if they ask you for a meeting, if I am free, I will come. You see the standard responses? Yeah, I'm busy. I have to go for shopping. I have to take care of my yard work. That's the responses. When you look at it, this is not a priority for a lot of people. In other words, more information, little faith or devotion to God. And people lack vision. The Bible says that when there is lack of vision, what happens? People perish. And more in a modern language, if you put when there is no vision, people go backward. Instead of moving forward, they go backward. In addition to that, you can see an intergenerational conflicts that is happening, which means in each church, you can see parents or grandparents, then the young adults and the children. Historically, churches were the place where we integrated all these three groups of people. But now, people, the messages that is given is mostly to the adult focus and children are almost out. Even though they are listening, they think they are listening, they are not able to grasp and they are not excited. Then look at the family level. There is an increased marital and parent-child conflicts. This is an ongoing issue that every family is going through. Because of that, the separation, the relationship conflicts, and the divorces are increasing in our community. I'm not referring to any outside community. I'm referring to our community. Because of that, at the personal level, there is so much mental health challenges. In addition to the spiritual backsliding, the mental health challenges, as well as social media addiction, this all leads to stress, anger, anxiety, depression, media addiction. People are becoming sad, mad, and bad. I don't know what else to add. Thus, from the global level to personal level, you can see a degradation of faith, and which the symptoms are mental, social, political, racial tensions. As a Christian, we are watching this, we are observing this, we are watching the news, what we can do.
looking at in the last, especially 40 years for 50 years of data, in the 60s, basically, when the drugs came up, a lot of young people were attracted to it. The 70s, when you look at the abortion was legalized. 80s, what has happened was the divorce was simplified and made it legal for no reason or any reason. By 90s, mental health issues become very common. Now, close to 20% of the people are affected by mental health problem, which means 20 people, if there are 100 people in a group, 20% are affected. 1 out of 5, basically. By 2000, what has happened is computer, internet, smartphones become a norm even for children. And because of that, many are addicted by pornography and internet-enabled sexual behavior. And parents find it very difficult to discipline their children in this area, and which is affecting their faith, their education, their work productivity. Even very few people are able to put their time and efforts for ministry. Back in India, in my lifetime, when I was a child, I noticed that at least 20% of the people were directly or indirectly involved in ministry. When I look at here, not even 1% of the people are involved in ministry. It's a sad thing. When we are blessed so much, the return to God is very little. It's very sad. We are putting a lot of our time and efforts for things which anybody can do. You don't need to be a Christian to do that. You follow what I'm saying? That there are people who can do secular things, but even after 8 hours of work, what you are involved in this? Therefore, there is a lot of involvement, our precious time that is going on to social media. That's why Google, Facebook, all these companies become billionaires and billionaires. Why? You are freely working for them for hours and hours, and they become billionaires. Look at that. Children are not able to succeed in the school and college, and a lot of unemployment, but people are spending their precious time in social media. They are making a big kingdom out of it. By 2010, the legal definition of marriage has been redefined. In the past, we know when you say marriage, everybody know what does that mean. Now, it's very difficult to look at certain definitions. And by 2020, as we are seeing, 1 million people died due to COVID-19 in this generation. In addition to that, another sad statistics is 1 million people took their life by suicide in 2019. In the United States alone, more than 50,000 people took their life last year. It's very sad. And some of them are Christians. Thus, till sin is bitter, Christ will not be sweet. I will repeat that. This is something which a Puritan, Pastor Thomas, he was a Puritan 400 years ago. He quoted this: till sin be bitter, Christ will not be sweet. Jesus Christ came to this world to give us the unconditional love, to give us the true freedom, a divine purpose, so that we will have an abundant life. We will have an eternal life. Thus, underline the two words, abundant life and eternal life. That was the purpose that Jesus came to this world. Sometimes our hurtful past, when I talk to many people, young people, they are worried about the past more. When you are willing to let him take over your past and present, God can make you a total transformation. Well, some of you may be knowing about Ted Turner, the founder of CNN. The first 24-hour cable news network started in the 90s. He built a fortune worth $10 billion US. He was the Time Magazine Man of the Year, received a kind of a Hollywood Walk of Fame. In the New York Times, he made the bestseller list. He kept a pet alligator in home. And he was totally against Christianity. Do you know what he said about Christianity? A religion of losers.
That much arrogance this person had. But I've been amazed by some of his words at his 75th birthday. He said few things. The first thing he mentioned was, well, did I make my mama and dad proud? He was a rebellious child. Second one is, will anybody remember me when I die or after my death? The third question is very powerful. Do I get to heaven? See, at the 75 years, he did not think about any of these things. End of his life, coming closer to his life, with a surprise, nobody, not a single person in that group expected such questions from him. He was a completely liberal, total different person. Thus, what I'm saying is these are the age-old questions that at some point we have to respond. And which is, your interpersonal relationship with your family members is very important. Children who are listening, your relationship with your parents, your relationship with your children, and husband and wife relationship, that is very important. You have to make all efforts, your mental health, your spiritual health, everything circle around that family. Let's take it very seriously, your family life. Don't compromise on that. That has a high correlation even on your faith, your eternity. Because if you believe in a God who controls big things, you have to believe in a God who controls the little things. I believe that. Fact can change, but truth will never change. Science is built on facts, but the word of God, the truth, will never change. Thus, we need to distinguish between fact and the truth. That's why Jesus said, I am the truth. He never said, I am the fact. He said, I am the truth. Thus, a great leader's courage to fulfill his vision comes from his passion, not his position, not his education, not his bank balance. Thus, in this world, it is not what we take up, but what we give up that makes us rich in the presence of God. If we have to lose something, we have to deny something, then take up our cross and follow this Jesus, that gives room for more excitement and peace instead of mental agony in our life. Thus, we need to undo some of the things that we carry, some of the learning, some of the things that we watched. Until then, we can't move forward. Thus, in Christian life, it looks like an oxymoron. We need to practice how to empty ourselves. When Gideon was called, so amazing, he been asked to get an empty jar, then fill that empty jar with fire, right? Then a trumpet to hold. That is when we come in the presence of God, even when you go for a battlefield, first and the foremost thing that we need to carry in our life is empty ourselves. Then God can fill us with his power, with his favor, with his spirit, so that we can boldly take the word of God like a trumpet and share with the people. Thus, every word that we preach, every word that we share with others will not just a human word, it will be God's word. It will be powerful. Then I believe our each day will be like a gift from God. And we want to live to the fullest level. And we can plan accordingly. And God has given us our precious life. And our body is the temple of the Holy Spirit. And he has given us the divine book, that is the word of God. We must learn to obey it, read it, meditate it, as well as we must love Jesus unconditionally, no matter what. In that way, we are abiding in Christ, and Christ abiding in us. Then we can be more fruitful. Well, first we must understand who we are. Second, we must surrender before God. And we must learn to communicate with God. We need to practice how we can be led by the Spirit of God. In that, our pain
can be turned into power, and our wounds will be transformed into power, into wisdom. And many times crises bring Christians to operate in different levels. And some of them become very fearful and hopeless, as I said earlier. But most of the Christians, what I'm seeing is very neutral and passive, neither cold or hot. A only minority become active, challenging the crisis. Thus, as we are going through one of the top crises in this generation, as Christians, I want to empower you. Be aware about what is going around us. Be biblically faithful, mentally sound, culturally sensitive, and spiritually relevant by listening from God. That's why we have to discipline ourselves to sit in the presence of God. I believe that as you hear the word of God, Holy Spirit will be renewing your mind. But it is up to you, up to us, whether to be transformed according to the renewal of the mind. I hope you can follow. The Romans chapter 12, verse 1 and 2, when you look at, offer your body as a living sacrifice. That is our willful act. And second, do not conform to the pattern of this world. Again, that is a willful act. You have a choice. And what is going to happen is, when you do these two things in the presence of God, when you hear the word of God, or when you meditate the word of God, Holy Spirit will do something for you, that is renewing your mind. More powerful than psychotherapy. Renewing your mind, resetting your brain basically for a task, for a future. But when the mind is renewed by hearing of the word of God, because of the Holy Spirit working in you, something which you should act on, transform according to the renewal of the mind. Then there is an output. The input is the Holy Spirit. The process is the transformation. And the output is the perfect, complete, pleasing will of God will be implemented. Is it amazing? When the Holy Spirit comes as an input in your life, the process is through faith and obedience, you allow the transformation to take place. Then you are going to experience and see God's perfect, complete, pleasing will in your life. There is no consulate, no legal, nothing about the perfect, complete, pleasing will of God. The way I look at it is, if you make a circle, the center of that circle is the perfect will of God. You will not be roaming around the circle. You will be in the center of God's will. The place where you find the rest, the place where you find the joy, the place where you can communicate with God, the place where you can be fruitful for God, the place where you can impact a generation. There are some steps you have to do. Well, in Matthew chapter 14, verse 27, Jesus spoke to the disciples, be of good cheer. It is I. Do not be afraid. When I look at this verse, Jesus was praying for the whole night. He came down. He saw disciples struggling in the boat because of a big storm. And Jesus is walking on the water. Well, that is the background of it. And Jesus is saying to this group of people in our simple language, be joyful, be cheerful. How does it make sense to you? How Jesus can say in a heavy storm when their disciples are struggling, be joyful, be optimistic, be courageous, be brave, calm down, be cool. That doesn't make any sense to these disciples. And second part, that word, 3 words, it is I. That is, in the Exodus chapter 3, we can see how God is identified. I am that I am. See how it is connected, these two. He did not give a major explanation about who is he. I am here. I am the one. It is me. Clearly explaining to these disciples. And the third word is, don't be afraid. You have nothing to fear. Don't be frightened. Thus, when this evening, let me tell you, you may be thinking,
about where is God in all these things. Whether God can do anything. Well, we read in the passage, we know Jesus, but we are not able to connect the situation with Jesus and his power and his word. When Paul says in Timothy, in 2 Timothy chapter 1:7, as I read before, God has not given us a spirit of fear, but spirit of power, spirit of love, and spirit of sound mind. Thus, we have to hold on the promises of God. Many times when struggle come, what normally we do? I can tell my experience. I always think, maybe I have done something wrong. Correct? The first thing that you think when something went wrong in your life, it can be a failure, it can be an accident, it can be anything in your life. You internalize that. Or if you don't find an answer, you blame on other people. It may be because of the other person. Then the third thing, you blame God. But here, I'm so being encouraged by Peter's response. He's not thinking about or internalizing or externalizing. He just cried for help. Is it amazing? That is the first thing to do. Rather than looking at our own rational mind to explore what to do, cry before God. Cry before God. Our God will not reject you. He was always harsh with religious elites, political elites, and all those people. But if a person is broken, if a person is humble before God, he will never reject. All you need to do is be open, transparent, cry before God. Jesus, I need your help. Let me tell you this evening, if you can boldly, humbly make that plead before Jesus, he will respond. He has authority and power. Many times when I look at the police officers, they have both authority and power. But thief, they have power but no authority. When Jesus commissioned his disciples, he has given both authority and the power. Thus, as Christians, we are approaching the throne room of God, not only power, someone with authority, somebody who knows you, somebody knows your strength and weakness. He can fix it. When I look around many people and churches, the hardest thing is not preaching or teaching or even transforming the world, but keeping the world transforming us. That is what's happening. That's why Paul said, did not conform to the pattern of this world. Once you conform to the pattern of this world, you are powerless. You are not able to renew your mind. You are not in the center of God's will. This is very important that till sin be bitter, Christ will not be sweet. When sin becomes bitter, life becomes sweet. In Jeremiah chapter 8, verse 22, there are 3 questions. I consider this is a very, like a sociologist asking some tough questions in a news discussion. The first question is there no balm in Gilead? ഗിലെയാദിൽ സുഗന്ധ തൈലം ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇവിടെ വാക്സിൻ ഒന്നും ഇല്ലയോ എന്ന്. വിത്ത് ദ മോഡേൺ ലാംഗ്വേജ്, മനുഷ്യർ കോവിഡിനാൽ മരിക്കുന്നു, വാക്സിൻ ഇല്ലയോ? ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലെ ട്രീറ്റ്മെന്റ് ഇല്ലയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് ദെയർ നോ ഫിസിഷ്യൻ ഇൻ ഗിലെയാദ്? അവിടെ വൈദ്യൻ, ഡോക്ടേഴ്സ് ഒന്നും ഇല്ലയോ എന്ന് ഇവിടെ. We have seen this, what happened in New York and all 6 months back, hospital issue, treatment issue, doctors issue. These are all very common things that we have heard. And the third question, why then there is no healing for my people? ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷേ സൗഖ്യമില്ല. That's what it says. Our condition is still the same. We have pastors, we have churches, we have prophets, we have Zoom meeting every day, 24 hours TV channel, we have fasting, everything going on, but a significant number of people are under bondage. This is not to blame anybody. This is to take more time before God, more prayer, more fasting, and we need to be more and more humble before God. That's why if my people who are called by my name humble themselves
turn away from wickedness and cry before God, God will hear their prayer and heal the land. That is the only solution we can. This is not blaming government or China or doctors or all those things. When God's people humble themselves, cry before God, turn away from the old wicked ways, God not only hear, He answer our prayer. He will bring total healing to the land. He only can change these things. We know that. No vaccine, no treatment, no Zoom meetings can fix what we are facing today. No human plan is going to completely, until God heals and touches nations. Imagine this country with all this might and power not able to recover. Imagine other countries, developing countries. Thus, we need the grace of God. We need the healing touch. I consider after reading this prophetic book, 3 things are important. We can find in Jeremiah പ്രവചനത്തിലും കാണുവാൻ സാധിക്കും. The first one is condition of the people. Even though medicine is available, people are not serious about getting the medicine. ദൈവവചനം വളരെ ലാഭമായിട്ട് അവൈലബിൾ ആണെങ്കിലും, എല്ലാ ഫോർമാറ്റിലും അവൈലബിൾ ആണെങ്കിലും അത് ഏറ്റെടുപ്പാൻ താല്പര്യമില്ല. They are not seeking help. That is the number one reason. It is available. 2000 വർഷത്തിന് മുന്നേ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായിട്ട് തീർന്നു. ആ മെഡിസിൻ അവൈലബിൾ ആണ്. That is what we are proclaiming every day. But people are not willing to connect and have an intimacy with Christ. Number 2, there is a leadership crisis. When I say leader, it's not just the pastor alone. Once you are in the faith for 3 years, 5 years, you are a minister. That's the way I look at it. But many people are in the church for 10 years, 20 years, 30 years with a little out for the ministry. Therefore, there is a lack of leadership in the churches. When there is a problem in the family, one pastor cannot handle it. We need brothers and sisters who will take care of that family situation. Spend time with them. I still remember back in my home church, when there is a problem, some of the elders, not everybody, they will declare a fasting and spend 5 days, 7 days, or weeks until that issue is resolved. That is fasting and prayer. That is not only a spiritual support, there's an emotional, social support to restore a person. We need those things today. We can reduce a lot of mental health issues. And the third one is there is an external threat. We are not thinking, only a few people thinking that external threat. In those days, the external threat was military threat, enemies. എന്നാൽ ഇന്ന് ഒരു ഫിസിക്കൽ എനിമി അല്ല നമ്മുടെ ത്രെറ്റ്, ഒരു ഇൻവിസിബിൾ എനിമി വർക്കിംഗ് 24/7. You follow? They are working together to take young people from the church, split families, bring confusion, bring the lies, and bring all the slavery back to life. Bring the fear. That is the biggest threat for the kingdom. More than the cultural war, more than the leadership things, the biggest challenge that we are facing is people are not able to identify this invisible enemy. ഈ എനിമിയെ നമ്മുടെ റാഷണൽ മൈൻഡ് കൊണ്ടോ കൗൺസിലിംഗ് കൊണ്ടോ സാധാരണ പ്രയർ കൊണ്ടോ അപ്രോച്ച് ചെയ്യാൻ ഒക്കത്തില്ല. We need people with an unadulterated mind. Those who follow the word of God systematically. They lead a holy life. They spend time in prayer. They say no to ungodly things. And yes to Jesus all the time. And also they wait before God for the power. I believe that this is back in 30 or 40 years, most of the people didn't have basic education, but they were powerful than us. When they pray, there is healing. I still remember my grandfather. He may have around 9th or 10th grade education back in Koni. Muslims, Hindus, and other people who are bitten by snake, when he pray, people are all right. This is not just Pentecostals.
non-believers are approaching. Even എൻ്റെ ഫാദർ ആയാലും അവിടെ ബാർബർ ഷാപ്പിലൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ള കലണ്ടറൊക്കെ തിരിച്ചിടും. See? And also people who smoke cigarette, when they see, they hide. Where is the power and the respect and the value we had? Who ruined this? That time we were economically, socially insignificant people, but the society respected us. Now we were economically, educationally, professionally on the top, but with a little respect and clout. We need to restore that. When we restore that value, becoming salt and light in a generation, let me tell you, we become powerful. We can influence a generation. And we can definitely address some of the marital issues, children's issues, past issues, mental health issues, and many, many issues that we are facing. It will be much easier to handle. Because along with counseling, we need the power of God. We need the word of God. അതുകൊണ്ടാണ് യെശയ്യാവ് 58:6 കാണുന്നത്, this is not a fast which I choose, to loosen the bonds of wickedness, to undo the bands of the yoke, and let the oppressed go free and break every chain, every yoke. അതാണ് ശരിക്കുമുള്ള ഫാസ്റ്റിംഗ്. അതാണ് ശരിക്കുമുള്ള ക്രിസ്ത്യൻ ലൈഫ്. ബ്രേക്ക് എവരി ചെയിൻ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കേറുകളെ അഴിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. Only thing is, yes, by faith as well as you have that compassion and the power to do it. പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കുള്ള ഉപവാസം? I'm sure that you call it as a special meeting. I see as a fasting meeting for some people. 2 Corinthians chapter 10 verse 4 says, for the weapons of warfare are not carnal, but mighty through God to pulling down of strongholds. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, പക്ഷേ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. Well, but there are two kingdoms, kingdom of the devil and kingdom of God. Always there is a fight going on. Sometimes people don't believe in this fight. There is a fight. If there is no fight, you are not you are not perceiving the spiritual warfare. If you have a faulty belief, if you have wrong thought patterns, lust or pride definitely is a stronghold. It is built on lies and deception. That is the primary weapons of the stronghold. If you are continuously living in a kind of a negative attitude or a false belief, that is also a form of stronghold. That will block God's best for your life. You become more selfish or narcissistic. Therefore, as I said earlier, the head, heart, and hands, the connection of that negative stronghold needs to be broken. Instead of that, we need to have the right belief and thinking in our head. We need to have the right feelings and emotions in our heart with the power of the Holy Spirit. We must have the right behavior and attitude through our hands. Therefore, the head, heart, and the hands work together to bring forth, to break the strongholds that we are carrying, so that every bitterness, every condemnation, every unbelief and doubt, every guilt and shame, every negative attitude will be broken. We will completely rely on God. We completely move away from our rational mind to a spiritual mind, so that our perception to God will be straightened up. Our perception to self and yourself will be transformed and renewed. You will have a forgiving perception towards other people. Let me tell you, the key here is spirit of renewal begins in our head first by hearing of the word of God. Until our minds are right, everything else will be out of step. If you want to grow, change your mind. To help others, renew your mind. To stop sinning, do not allow the world come into your life. Repent. That is change of mind, resulting in a change of behavior. Thus, knowing these things will definitely help us intellectually, but we must tear down every strongholds.
We must remove every legal rights there so that the Great Commission can be fulfilled. Teaching, preaching, baptizing, at the end, casting out the demons is also part of the Great Commission. That needs to happen. So that what is going to happen is the breaking of the stronghold will lead to the lost will be found. The found people will be freed, and the freed will be connected, and the connected one will commission for a task. That's what God is looking at. Let me conclude here with the big picture of some of the things I discussed today. We are designed for good. This is a testimony from Jim Chu. He was a Korean student, came to MIT for his engineering program. He never heard of gospel, but someone shared gospel to him. It was very easy for him to believe it. He quickly accepted the Lord Jesus Christ. He started sharing this gospel to other people. Not a single person came to the Lord. And he got astonished. Why? For him, it was very easy. But when we start sharing this with a lot of excitement to his friends, nobody excited. And he got very disappointed. And he came up with this 4 circles. He sat with the students. He take a tissue, take a pencil. He make the first circle. We are designed for good. That is creation story. Then the second circle, he said, somehow we are damaged by evil. That's why we have all this suffering. That is second circle. He called it as fall. And the third circle he put, you don't need to be continuing this handicap. We are restored for better. That is the redemption story. 2000 years ago, Jesus came to this world and paid the ultimate price. He said, it is finished. He did not say, I am finished. He said, it is finished. That paid off every price that and for the sin. Therefore, the fourth circle is, I am here with a purpose. That is a mission to bring forth the great news that Jesus is real. You are designed for good. You don't need to continue in that damage. You are restored for better by the Lord Jesus Christ. He paid for your sins. I am here. Do you believe him? Let me tell you, whenever I travel, I try to share this story to people. I still remember last December, I was going to India. With the flight about to land, I was sharing this with another Malayali who is a business guy from Dubai. For 2 hours, he argued with me. Then finally, he asked me, do you really believe this? I said, 100%. Then I start sharing, can you give me 5 more minutes to share this thing? Let me tell you, by the time the flight landed, he accepted the Lord Jesus Christ. 4 words. We are designed for good. Somehow we are damaged by evil, but we are restored for better. We are called for a purpose. How many of you are encouraged in your spirit this evening? The most important thing I want to tell you this, don't be over spiritualized. Don't spend too much on the knowledge side. Have a balanced life in spirit and truth. Therefore, what we can do is, when trial come, that will make you strong. In temptation come, you can say no to the temptation. When troubles come, you know that you are vulnerable. You must confess. When people trespass your rights, you forgive them. When you do that in increasing measure, I can guarantee you that Jesus will take care of you. Every struggle, every pain is not in waste. You transform your pain into prayers. God alone will help you and restore you completely. I'm sure that the Holy Spirit renew your heart this evening. Let us commit our life before God. Heavenly Father, we thank you and praise you, Lord, for this wonderful evening. Let our heart, let our mind, let our body, let it be the temple of the Holy Spirit. Every word that is put into our brain, let it bring true transformation and renewal. Help us to obedient to the truth that is revealed to us. I pray for each and every person who is struggling in their faith or intimacy relationship or relationship problems. I pray in Jesus' name for a total restoration in their areas. Lord, I pray for against every fears,
be dispelled in the name of Jesus. At the same time, let your power be displayed in their life. Bless the families, bless your servants. Send us with your freedom and grace. In Jesus' name I pray. Amen and amen. God bless you. Thank you, Dr. Thomas Edikola. Praise the Lord. ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം ശക്തമായി നമുക്ക് കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തു. വിശേഷാൽ I know if Dr. Edikola had more time, ഓരോരോ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു. He kind of put everything together. ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ ഓരോന്ന് സമയം എടുത്ത് നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഞാനിത് പറഞ്ഞത് ദൈവം അനുവദിച്ചാൽ ദൈവരവസരം ഒരുക്കിയാൽ കർത്താവിന്റെ ദാസനെ അവരുടെ അഗാപ്പെ മിനിസ്ട്രി we will invite them to our church. കാരണം പല സന്ദർഭങ്ങളിലും എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഞാൻ ഇൻവോൾവ് ആകുന്ന വിഷയങ്ങളൊക്കെ ഞാനും ഈ ഡോക്ടറുടെ അടുത്ത് റിഫർ ചെയ്യാറുണ്ട്. കാരണം എല്ലാ നമുക്ക് ചില വിഷയങ്ങൾ നമുക്കറിയാം സ്പിരിച്വൽ ആണ്, പൈശാചികമാണ്. പക്ഷെ ചില കാര്യങ്ങൾ പൈശാചികം മാത്രമല്ല. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ മെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസും ഉണ്ട്. നമ്മൾ ഈയിടെയായിട്ടും റീസെൻ്റ്ലിയും കർത്താവിന്റെ ദാസൻ്റെ അടുത്ത് റിഫർ ചെയ്തു. അദ്ദേഹത്തിന് he cannot do too much from Boston because ഇത് ന്യൂയോർക്ക് ബോസ്റ്റണ് രണ്ട് മാസച്യൂസെറ്റ്സ് ഡിഫറെൻറ്റ് 2 states ആണ്. ബട്ട് അറ്റ്ലീസ്റ്റ് he was kind enough to ഒന്ന് സംസാരിക്കാൻ ഇടപെടാനൊക്കെ ദൈവം കൃപ ചെയ്ത് അനേകരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. അനേക കുടുംബങ്ങളെ നമുക്ക് ചിന്തിക്കാൻ ഒക്കാത്ത രീതിയിൽ നമ്മുടെ പെന്തക്കോസ്റ്റൽ ഗോളത്തിൽ മലയാളി ഗോളങ്ങളിൽ ഉള്ളതായ പ്രശ്നങ്ങളെയൊക്കെ ഈ കർത്താവിന്റെ ദാസന് ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഇത് ഇടപെടുന്ന ഒരാളാണ്. അത് ചുമ്മാതെ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞതല്ല. ഡേറ്റ അതാണ് അദ്ദേഹം പറഞ്ഞത്, വർഷങ്ങളോളം ഉള്ളത്. അന്നേരം ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കൊറോണ ഒക്കെ തുടങ്ങിയപ്പോൾ മാനസികമായ വിഷയങ്ങൾ ഒത്തിരി കൂടി പല ദൈവമക്കൾക്കും നമുക്ക് അറിയാൻ വയ്യാത്ത രീതിയിൽ ഞാനൊരു കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ അല്പം കൂടെ നിങ്ങളെക്കാളും അറിയാം. കാരണം നമ്മുടെ അടുത്ത് ആൾക്കാർ വരും, സംസാരിക്കും, ഇടപെടും, കാര്യങ്ങളൊക്കെ ചെയ്യും. കുഞ്ഞുങ്ങളുടെ ലൈഫിലാന്ന് പറഞ്ഞാലും കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ സൂയിസൈഡുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ വർഷവും വളരെയധികം, പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിന്റെ നടുവിൽ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. കർത്താവിന്റെ ദാസൻ പറഞ്ഞത് വളരെ ശക്തമായിട്ട് ഒന്നുകൂടെ പറയണം. ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ, പഠിത്തം ഒന്നും ഇല്ല ദൈവമക്കളെ. ഞാൻ നിങ്ങളോട് ഓണസ്റ്റ് പറയുക, എത്ര പഠിച്ച വ്യക്തിയാന്ന് പറഞ്ഞാലും, ഏത് ഡോക്ടറാന്ന് പറഞ്ഞാലും, ഏത് എഞ്ചിനീയറാന്ന് പറഞ്ഞാലും, ഈ നമ്മുടെ സമനിലയൊക്കെ മാറാൻ ഒരു കൊച്ചൊരു കാര്യം മതി. ജീവിതത്തിൽ ഒന്നുമില്ലാതെ ഇന്ന് ചെറുപ്പക്കാർക്ക് ഒരു വിഷയത്തിൽ കൂടെ കടന്നു പോകാനുള്ള ശക്തിയില്ല. മുമ്പേ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ നമ്മുടെ വല്യപ്പച്ചന്മാർ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ അവർക്ക് വലിയ പഠിത്തമോ പൈസയോ അവരാരും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവർക്ക് ആത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് പ്രതികൂലത്തിലൂടെയും കടന്നു പോകുവാൻ അവർ പ്രാർത്ഥിച്ച് ഒരുപക്ഷെ അതിന് മറുപടി ലഭിച്ചേക്കാം. ചിലപ്പോൾ പ്രാർത്ഥിച്ച് ദൈവം അതിൽ കൂടെ അവരെ കടത്തി വിട്ടേക്കാം. ചിലപ്പോൾ അവർ തന്നെ ചെയ്ത് അപ്പുറത്ത് പോണ്ടി വന്നേക്കാം. പക്ഷെ അവരാരും പതറിപ്പോയില്ല, അവരാരും പിന്മാറിപ്പോയില്ല, അവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയേയില്ല. ഇന്ന് അങ്ങനല്ല. നമ്മുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞാലും, നമ്മുടെ ബന്ധുക്കളാന്ന് പറഞ്ഞാലും, നമ്മുടെ കൂടെ ആരാധിക്കുന്നവരാന്ന് പറഞ്ഞാലും, ഇന്ന് ഈ ആത്മീയമൊക്കെ ഒരു ഷോ ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഞാനത് അനുഭവത്തിൽ നിന്നും കാണുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഈ കർത്താവിന്റെ ദാസനെ വേറെ സന്ദർഭത്തിൽ അവർ ധാരാളം ഈ ഫാമിലി എൻറിച്ച്മെന്റ് സെമിനാർ ചെയ്യുന്നതാണ്. മാരേജ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഒക്കെ ഉള്ള ആളാണ്. ഞാൻ പലരെയും വിട്ടിട്ടുണ്ട്. കാരണം ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവില് നമ്മുടെ ദൈവവചനത്തെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ളൊരധികം പേരില്ല. അതുകൊണ്ട് ജസ്റ്റ് സാധാരണ ഒരു ലോകപ്രകാരമുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ വിടാതെ ദൈവവചനം അതേപോലെ അറിയുന്ന ഒരു കർത്താവിന്റെ ദാസൻ അധികം പേര് നമുക്കില്ല. ഈ കർത്താവിന്റെ ദാസനെ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ. ഹല്ലേലൂയ. ആത്മീയ റിലേഷൻഷിപ്പ്, എനിക്ക് വേറൊരു സന്ദർഭം കർത്താവിന്റെ ദാസനെ ഒന്നുകൂടി തിരിച്ചു, നമ്മുടെ യങ് പീപ്പിളിനോട് റിലേഷൻഷിപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലയോ? നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. ഇന്ന് എത്രയും ഈ കോവിഡിലൂടെ വന്നപ്പോഴത്തേന് ജനങ്ങളെ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്.
നമുക്ക് സൂം എന്ന് പറഞ്ഞാലും ഇഷ്ടംപോലെ കർത്താരദാസൻ പറഞ്ഞ ശരിയാ. ഞാൻ അഹങ്കാരം കൊണ്ട് പറയവല്ല, ഞാൻ തന്നെ മടിച്ചു. കാരണം 2-3 എന്നും എല്ലാ ആഴ്ചയിലും ഓരോരുത്തരത്ത് ഞാനും പോയി മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്, എവ്രി വീക്കിൽ. കാരണം ആളുകൾ അങ്ങ് മീറ്റിംഗ് ആഫ്റ്റർ മീറ്റിംഗ്. പക്ഷേ ഈ മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടും ഇത്രയും ദൈവവചനം ആളുകൾ കേട്ടിട്ടും ഇതകത്തോട്ട് പോകുന്നു എന്ന് നമുക്ക് സംശയമുണ്ട്. നമ്മൾ വിചാരിക്കും, കർത്താവ് ഇതൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ടോ, ഇതിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? കാരണം ഒരു കൊച്ചു നിസാര വിഷയത്തിന് മുന്നിൽ ആൾക്കാർ തളർന്നു പോകുക. കൊച്ചു നിസാര വിഷയത്തിന് മുന്നിൽ ആൾക്കാർ അവരുടെ വിശ്വാസം പോലും പോവുകയാണ്. അവർക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്നില്ല, കുടുംബജീവിതത്തിൽ ഒക്കുന്നില്ല, അപ്പനമ്മമാരുമായിട്ട് നടക്കുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രശ്നം. സോ പല വിഷുവില് തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ അത് വളരെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. വേറെ സന്ദർഭത്തിലും കർത്താവിന്റെ ദാസൻ നമുക്ക് ഒന്നിച്ച് കൂടാൻ നോക്കുന്ന സമയത്ത് we will invite him, he will come over to our church. I know he's very busy, പക്ഷേ thank you so much Dr. Idicola for coming and ministering to us this evening. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ, ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് അവരോട് ചോദിച്ചത്, എന്നാലും കർത്താവിന്റെ ദാസൻ എഗ്രി ചെയ്ത് കടന്നു വരുവാനും മിനിസ്റ്റർ ചെയ്യുവാനും ദൈവം കൃപ ചെയ്തു. ദൈവമക്കളെ, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസൻ അതാ സ്ട്രെസ് ചെയ്തത്. നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഒക്കുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം സത്യം അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ നമ്മൾ ആവോളം നമുക്ക് പരിശ്രമിക്കാം. ബിക്കോസ് അതേപോലുള്ളൊരു കാലഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ലോകം നമ്മളെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിദാസൻ പറഞ്ഞത് വളരെ 100% ആണ്. ലോകം നമ്മളെ ലോകത്തോട് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവനായിട്ടും ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഈ മനക്കോട്ടകളെ ദൈവശക്തിയാൽ mighty, right? The power of God is mighty to pull down the strongholds. Hallelujah. ആത്മാവിന്റെ ആ വെപ്പൺസ്, ഒത്തിരി കാര്യങ്ങൾ സ്പിരിച്വൽ ഡിസിപ്ലിനെ കുറിച്ചും കർത്താവിദാസൻ പറഞ്ഞു. പല കാര്യങ്ങൾ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഹല്ലേലൂയ. ആരാധനയെ കുറിച്ച് ദൈവമക്കളെ, ഞാനൊരു കാര്യം ഈ സൂമിലൂടെ ആണെന്ന് പറഞ്ഞാലും അധികം പേരില്ല. ഞാൻ പറഞ്ഞോട്ടെ, പാട്ടൊക്കെ പാടാൻ നേരത്തെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉറക്കി ഒന്ന് പാടി നോക്ക് കേട്ടോ. നിങ്ങൾ ഈ പാടുന്നവരോട് ചേർന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ ഒന്ന് ഉറക്കി ഒന്ന് കൈയൊക്കെ ഒന്ന് കൊട്ടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവസാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ ഒന്നും നടക്കുകയില്ല. ഹല്ലേലൂയ. സോ നമ്മുടെ ഭവനങ്ങളിലും ഈ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ വേറെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് കേട്ടുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ജസ്റ്റ് ഞാൻ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. നമ്മൾ ഇതൊന്നും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. നമുക്കൊന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു സ്തോത്രം പറഞ്ഞ് കൈകളൊക്കെ ഒന്ന് കൊട്ടി ഹല്ലേലൂയ, കൈകളെ ഉയർത്തി ഈ ദൈവവചനം ഒന്ന് കേൾക്കാനും ഒരു ഒരുക്കത്തോടൊക്കെ നമ്മൾ വന്നില്ലെങ്കിൽ 365 ദിവസവും സൂം മീറ്റിംഗ് കേട്ടോണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉള്ള കാര്യം പറയുകയാണ്. ഹല്ലേലൂയ. തകർത്ത് മാനസികമായിട്ടും ഇമോഷണലായിട്ടും മെന്റലായിട്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ, ദൈവമക്കൾ എന്ന് പറയുന്നവർ പോലും. ഇതിന്റെ നടുവിൽ ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയട്ടെ, ആത്മാവിന്റെ ശക്തിയിലും വചനത്തിന്റെ ശക്തിയാലും കർത്താവിദാസൻ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് തന്നെ ദൈവങ്ങൾ ഏൽപ്പിച്ചു നമ്മളെ തന്നെ ഒന്ന് എംപ്റ്റി ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ എംപ്റ്റി ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ ഒന്ന് താഴ്ത്തണം. ഹ്യൂമിലിറ്റി ഇല്ല ഇന്ന് ആർക്കും. കാരണം എല്ലാം ഉണ്ട്, ബാക്കി എല്ലാം ഉള്ളതുകൊണ്ട് ഒരു താഴ്മ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കില്ല. ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് താഴ്മ ധരിച്ചുകൊണ്ട് കർത്താവ് ഇന്നലെ കേട്ടതുപോലെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ എനിക്കൊരു രൂപാന്തരം തരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ ട്രാൻസ്ഫോർമേഷൻ ഓഫ് our mind, ട്രാൻസ്ഫോർമേഷൻ ഓഫ് our ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെടുവാൻ കർത്താവിന്റെ ദാസന്റെ മെയിൻ മെസ്സേജ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ. ഹല്ലേലൂയ. പിശാച് കൊണ്ടുവരുന്ന ഭയത്തിൽ നിന്നും ഹല്ലേലൂയ നമുക്കൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ ദൈവം തരുമാറാവട്ടെ. ഹി സെഡ് ഇറ്റ്, ഇറാഷണൽ ഫിയർ, വേണ്ടാത്ത തരത്തിലുള്ള ഫിയറുകൾ കൊണ്ടുവന്ന് അത് ഭാവിയെക്കുറിച്ച്, അത് ഫ്യൂച്ചറിനെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച്, ആരോഗ്യത്തെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും വേണ്ടാത്ത ഭയം കൊണ്ടുവന്ന് അടിമയാക്കിയിട്ട് വേറുള്ള ഓരോ വിഷയത്തിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകുന്നതായ ഒരു കാലയളവിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് വരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെരമ്യാവ് 8:22 ചോദിച്ചതുപോലെ, is there no medicine, hallelujah,
in Gilead? Hallelujah. Is there no doctor in Gilead? Hallelujah. Then why then there is no healing for my people? ആ ചോദിച്ച ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഗിലെയാദിൽ മരുന്നില്ലയോ? ഗിലെയാദിൽ വൈദ്യനില്ലയോ? പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജനം? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു ഒന്നോ രണ്ടോ മൂന്നോ തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ ദിവസങ്ങളിൽ യഥാർത്ഥ വൈദ്യനായ യേശു കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിക്കാനായി ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി മിനിസ്റ്റർ ചെയ്ത എല്ലാ ദൈവദാസന്മാരെയും, കർത്താരദാസൻ എബിനും ബെനിസനും വളരെ അനുഗ്രഹമായ ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ആരാധിക്കുവാൻ, ഞാൻ ആ ദൈവ സാന്നിധ്യം എൻ്റെ ഭവനത്തിൽ അനുഭവിച്ചു. നമുക്കൊന്ന് ആരാധിക്കുവാൻ ദൈവം കൃപ ചെയ്തു. കർത്താവിന്റെ ദാസന്റെ മെസ്സേജ് വളരെ ശക്തിയുള്ളതാണ്. God willing, we will come back and we will hear from him in the future. നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്. അല്ലെങ്കിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് കർത്താവേ, മാനസികമായിട്ട് ആരും തകർന്നു പോകരുതേ. മാനസികമായിട്ട് ആരും തകർന്നു പോകരുതേ. കാരണം അത് ഒത്തിരി നടക്കുന്നുണ്ട് ഈ നാളുകളിൽ. മാനസികമായിട്ട് തകർന്നു പോയിട്ട് അവർ ഹല്ലേലൂയ നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും പോയി അവരുടെ ജീവിതങ്ങൾ പോകാതെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ നമ്മുടെ ദേഹി ആത്മാവിനെ ഒന്നിച്ച് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നാളിന് വേണ്ടി ആ ഒരു പ്രത്യാശ, ഈ ലോകത്തിലല്ല നമുക്ക് പ്രത്യാശ. Our hope is in God. Hallelujah. Our eternity, കർത്താവിന്റെ ദാസൻ ഒത്തിരി കാര്യം പറഞ്ഞല്ലോ. ആ ഇറ്റേണിറ്റി ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ പിതാവിന്റെ ഭവനത്തോട് ഞാൻ അടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നാളെ 7 മണിക്ക് നമുക്ക് മീറ്റിംഗ് ഉണ്ട് സൂമിൽ കൂടെ. ചിക്കാഗോയിൽ നിന്ന് പാസ്റ്റർ ജിജു ഉമ്മന നമ്മളോട് മിനിസ്റ്റർ ചെയ്യും. പാസ്റ്റർ സ്റ്റാൻലി എബ്രഹാം അരുണാചൽ പ്രദേശുള്ള ഒരു കർത്താവിന്റെ ദാസൻ നാളെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നതാണ്. ദൈവമക്കള് നാളെ 7 o'clock കടന്നു വരുന്ന ഓർപ്പിക്കുന്നു. Again, Pastor Dr. Thomas Edikola, we are so thankful to you. May God bless you richly. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം വലിയ സമയം വരെയും ദൈവമേ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ ചെയ്തല്ലോ. നല്ല പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമേ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കേൾക്കേണ്ട ആ ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് to transform our mind and renew our mind, കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ കുറയട്ടെ, അങ്ങ് വളരണമേ. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ ദിവസങ്ങൾ എംപ്റ്റി ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ശക്തിക്കായി, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി, ഹല്ലേലൂയ ഹല്ലേലൂയ, കോട്ടകളെ തകർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. ആരും പിന്മാറ്റത്തിലേക്ക് പോകാതെ, ഹല്ലേലൂയ, ആരും കർത്താവേ അവരെ തന്നെ വഞ്ചിക്കുവാൻ ഇടയാകാതെ വണ്ണം ഈ ദിവസങ്ങളിൽ അങ്ങയോട് പ്രാർത്ഥനയിൽ അടുത്തു വരട്ടെ, ഉപവാസത്താൽ അടുത്തു വരട്ടെ, ആരാധനയിൽ അടുത്തു വരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളോട് ഇടപെടുന്നതിനാൽ സ്തോത്രം പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി കടന്നു ഞങ്ങളുടെ ജനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ശക്തിയുടെ കരം അയക്കണേ കർത്താവേ. വിശേഷാൽ സൗഖ്യമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. നാസറേനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിശേഷാൽ കോവിഡ് കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ദൈവരുടെ ലങ്സിന്റെ മേൽ പ്രവർത്തിക്കണമേ, ബ്രീത്തിങ്ങിന്റെ മേൽ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വേദനയുള്ള ഭാരമുള്ള വിഷയങ്ങളുടെ മേൽ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തില്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവ് വിശേഷാൽ ഹല്ലേലൂയ ടീം വർഗീസ് അങ്കിളിനെയും കുഞ്ഞു മേന്റി ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കും. നാളെ അവർ യാത്ര ചെയ്യുവാൻ പോവുകയാണല്ലോ കർത്താവേ. ദൈവസാന്നിധ്യം അവരോട് കൂടി ഇരിക്കണമേ. സൂസി ആന്റിയും യാത്രയിൽ മടങ്ങി വരാൻ പോകുന്നുണ്ടല്ലോ കർത്താവേ. ആരൊക്കെ യാത്ര ചെയ്യുന്നുണ്ടോ ദൈവസാന്നിധ്യം അവരോടെല്ലാം കൂടി ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ മീറ്റിംഗിനെ ദൈവം അനുഗ്രഹിച്ചാട്ട്. ഇന്ന് രാത്രി ഞങ്ങളോട് മിനിസ്റ്റർ ചെയ്ത ഡോക്ടർ തോമസ് ഇടിക്കുള്ള ദൈവം അനുഗ്രഹിച്ചാട്ട്. അനേകർക്കൊരു അനുഗ്രഹമായി അങ്ങയുടെ ദാസനെ അങ്ങ് വീണ്ടും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിനെയും ഹല്ലേലൂയ കർത്താവെ പാട്ട് പാടി സഹായിച്ച കർത്താവ് ദാസന്മാരെ അനുഗ്രഹിച്ചാട്ട്. ഹല്ലേലൂയ. നല്ല ഉറക്കം ഇന്ന് രാത്രി ഞങ്ങളുടെ ജനത്തിന് കൊടുക്കണമേ. സമാധാനത്തിന് ദൈവം വാഴട്ടെ. ദൈവത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഹല്ലേലൂയ വീശുമാറാകണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയം ഇന്ന് രാത്രി പുറത്താകട്ടെ. സമാധാനത്തിന്റെ ദൈവം ഹല്ലേലൂയ, സ്നേഹത്തിന്റെ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ, സൗണ്ട് മൈൻഡിന്റെ ദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പോയാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം നമ്മെല്ലാവരോട് ഇപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും ചെയ്യുന്ന യേശുവിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. സ്തോത്രം. ദൈവം നിങ്ങളെ